കുറച്ച് കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നേ. കറിവേപ്പില വെള്ളം എന്ന് പറയുന്ന രണ്ടും ഇവിടെ പ്രശ്നമുള്ള സാധനങ്ങളാണ്. അങ്ങനെ അപ്പം കുറച്ച് കറിവേപ്പില പറിക്കാൻ പോയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിൻ്റെ തൈയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കയ്യോടെ തന്നെ തൈ അങ്ങ് നട്ടേക്കാമെന്ന് വിചാരിച്ചു. ഗ്രോ ബാഗ് ഇരുന്നതിനകത്തേക്ക് കുറച്ച് മണ്ണിട്ട് കറിവേപ്പിൻ്റെ തൈ രണ്ടും നട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുപ്പ് സമയമായിട്ട് കിളിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കിളിച്ചാൽ നന്നായിരിക്കും. കാരണം എല്ലാവരും ഭയങ്കര ഇതായിട്ട് കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് കറിവേപ്പ്. എല്ലാ ഹിന്ദിക്കാരുടെ വീട്ടിലും ഓരോ കറിവേപ്പ് ഉണ്ടാവും. അവരതിനെ ഭയങ്കര കെയറായിട്ട് വളർത്തുന്നതാണ്. അങ്ങനെ അതിനെ എന്തായാലും ഓരോ ചെറിയ ചെറിയ ഇതെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. എപ്പോഴും നമുക്ക് കിട്ടാത്ത സാധനമാണ്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ കറിവേപ്പിലയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളത്തിനും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളതിനെ നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കണം. അങ്ങനെ എന്തായാലും കറിവേപ്പില എല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ ഒരു ചെറിയ ടിന്നിനകത്തിട്ട് 2 ടിന്നിനകത്തിട്ട് ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 ടിന്നുള്ളതേ ഉള്ളൂ. കുറേ ബാക്കി ഉണ്ടായിരുന്നു. ബാക്കി അപ്പുറത്തെ ചേച്ചിക്കും ഓരോരുത്തർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇതിനി സ്റ്റോർ ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.